പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് സഫാനിയ 3:16. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. എന്താ ഈ വചനത്തിന്റെ അർത്ഥം? ഈ പറഞ്ഞത് തന്നെയാണ് വചനത്തിന്റെ അർത്ഥം. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട് എന്ന് ആരൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ അവര് അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. പലപ്പോഴും പ്രിയ സഹോദരങ്ങളെ, നമ്മെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ വേദന എന്താണെങ്കിൽ നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം ദൈവജനം വിസ്മരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ അവിശ്വാസത്തിന്റെ മുൻപിലാണ് നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 35 തുടങ്ങി 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കടലിനെ ശാന്തമാക്കുന്നു. 5-ാമത്തെ അധ്യായത്തിൽ പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്നു. അതിൻ്റെ തന്നെ പിന്നത്തെ ക്യാപ്ഷൻ വരുന്നത് രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ്. അങ്ങനെ ഓരോ അത്ഭുതങ്ങളാണ്. തുടർന്ന് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇതെല്ലാം ഈ ദൈവജനത്തിൻ്റെ മുൻപിലാണ് യേശു പ്രവർത്തിക്കുന്നത്. പക്ഷേ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്നാൽ ഇസ്രായേൽ ജനം ഇതെല്ലാം കേട്ടിട്ടും ഇതൊന്നും ഞങ്ങളോടല്ല, അവനിൽ അവിശ്വസിച്ചു എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ വചനഭാഗം. ശരിക്കും നമ്മുടെ അവിശ്വാസത്തിന്റെ മുൻപിലാണ് യേശു പരാജയപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വചനം ആരാണ് വിശ്വസിക്കുന്നത്? ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. ഇത് വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ദൈവികമായ ഇടപെടലുണ്ട്. ഇത് വിശ്വസിക്കുന്നില്ലേ? ദൈവത്തെ പരാജയപ്പെടുത്താൻ പറ്റും. അതായത് സർവശക്തനായ ദൈവത്തെ മനുഷ്യന് പരാജയപ്പെടുത്താൻ പറ്റും. എപ്പോഴാണെന്ന് അറിയാമോ? അവനിൽ അവിശ്വസിക്കുകയാണെങ്കിൽ അവനെ പരാജയപ്പെടുത്താൻ പറ്റും. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അച്ഛൻ ഉണർവൊക്കെ ഇച്ചിരി കുറവാണല്ലോ പ്രിയ സഹോദരങ്ങളെ. ശനി, ഞായർ, ഇന്നലെ തിങ്കളാഴ്ചയൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ശരിക്കും ഞങ്ങളുടെ പനിയും ഇതൊക്കെ ഞങ്ങൾ ഇടിഞ്ഞു പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു വൈബ് ശരിക്കും ഇപ്പം കുറേ കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ സാധാരണ പനിയൊക്കെ വരുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യും കുറച്ചൊക്കെ. ദൈവം അതിനനുസരിച്ച് എൻ്റെ ഷെഡ്യൂളിങ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരിക്കും നേരത്തെ തന്നെ. പിന്നെ ആവി പിടിക്കുന്നതായിട്ട്, പിന്നെ ചുക്ക് കാപ്പി അവരുടെ സിസ്റ്റേഴ്സിൻ്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ കഞ്ഞി ചുക്ക് കാപ്പിയൊക്കെ സമയാസമയങ്ങളിൽ ലഭിക്കാറുണ്ട്. നമുക്ക് കുറേ കൂടി ഒരു ജീവൻ വെച്ച അവസ്ഥയാണ്. അപ്പോൾ ക്ഷീണത്തിൻ്റെ കാരണം ഇതാണ്. നിങ്ങളിതിനൊക്കെ അന്വേഷിക്കുന്നതിനൊക്കെ ഓർത്ത് യേശുനാമത്തിന് നന്ദി പറയുന്നു കേട്ടോ. ഹല്ലേലൂയ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പിന്നെ 8 നോമ്പിന്റെ കാര്യങ്ങളൊന്നും ആ ഒരു അഭിഷേകം നഷ്ടപ്പെടുത്തിയേക്കരുത് കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.